വളരെ സങ്കടത്തോടെ ഞാൻ പറയാ, ഫേസ്ബുക്ക് തുറക്കുമ്പോ ഫേസ്ബുക്കിൽ ഒരു വലിയ ചിത്രം കണ്ടു. എവിടെയാന്ന് എനിക്കറിയില്ല, സ്ഥലമെന്ന് എനിക്കറിയില്ല. ഒരു പുതിയാപ്പിളെ പെണ്ണ് കെട്ടാൻ വേണ്ടി കൂട്ടുകാരാനയിച്ചു കൊണ്ടുപോവുകയാ. പുതിയാപ്പിള നല്ല ചെറുക്കന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കോട്ട് സൂട്ടും ധരിച്ചിട്ടുണ്ട്. അവനെ നിക്കാഹിന്റെ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നവന്റെ തെമ്മാടി കുട്ടികള് അവരിട്ടിരിക്കുന്ന വസ്ത്രം ഏതെന്നറിയോ? അത് ജയിൽവാസിയുടെ വസ്ത്രമാ. ഓരോ ജയിൽവാസിക്കും കൊടുത്തിരിക്കുന്ന യൂണിഫോം ഇട്ടിട്ട് അതിന്റെ മുകളിൽ ജയിലിന്റെ നമ്പരും എഴുതി 19, 20, 30, 31. സാധാരണ ജയിലിൽ കിടക്കുന്നവന്റെ വേഷം ഏതാണോ ആ വേഷം ധരിച്ചിട്ട് പുതിയാപ്പിളെ നിക്കാഹിനാണ് ഈക്കുന്ന ചെറുപ്പക്കാരുടെ ചിത്രം കണ്ടപ്പോ പരസ്യമായിട്ട് തന്നെ പറയാ, നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റിപ്പോയി? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വേണ്ടി പോകുമ്പോ അന്നിക്കാഹുമിന് സുന്നത്തി, നിക്കാഹിന്റെ സുന്നത്തിൽ പെട്ടതാ. നിക്കാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ ചെറുപ്പക്കാരാ. ആ സുന്നത്ത് കർമ്മത്തിന് വേണ്ടി ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിന് വേണ്ടി പോകുമ്പോ ജയിലിന്റെ വേഷം വിട്ടുകൊണ്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, അതിലൂടെ അവര് പറയുന്നതെന്താ? ഇവൻ പെണ്ണ് കെട്ടുന്നത് പോലെ അവൻ ജയിലിൽ അടക്കപ്പെടുകയാ. ഇനി അവന് പെണ്ണിന്റെ കയ്യിൽ നിന്ന് മോചനമില്ല. ഇതൊക്കെ ചെറുപ്പക്കാരുടെ മിഥ്യാധാരണയാ. ലോകത്തിന്റെ ഏറ്റവും വലിയ സുഖരസത്തിന്റെ സൗഹാർദ്ദബോധിയുടെ മൗനാനുരാഗത്തിന്റെ സ്വർഗം തീർക്കുന്നത് ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന ബെഡ്റൂമിലാ. അത് നിനക്ക് ജയിലറയായി തോന്നാൽ എല്ലാവർക്കും അത് ജയിലറയല്ല. അത് ചില ആളുകളുടെ സ്വർഗമാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന അവരുടെ ശരീരം ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ സ്വർഗമായി മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തുറന്നു പറയട്ടെ, വിവാഹവേദിയിൽ ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാർ ആഭാസം കാണിക്കാറില്ല. ഹൈന്ദവ ചെറുപ്പക്കാർ ഈ ആഭാസം കാണിക്കാറില്ല. എന്നാൽ അവർക്ക് ഈ നിക്കാഹ് സുന്നത്തുമല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ ആ സമയത്ത് ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത, ആ സമയത്ത് ദുആകളായ സുന്നത്തായ ദുആകൾ പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ മുസ്ലിം ചെറുപ്പക്കാർ ഇത്ര വലിയ ആഭാസം കല്യാണവുമായി ബന്ധപ്പെട്ട് കാണിക്കുമ്പോ ഹിന്ദുക്കൾ കല്യാണം നടത്തുന്നത് പവിത്രമായിട്ടാണ്, ക്രിസ്ത്യാനികളെ നിക്കാഹ് നടത്തുന്നത് പവിത്രമായിട്ടാണ്. എടാ മുസ്ലിം ചെറുപ്പക്കാരാ, എന്തേ നിനക്ക് സംഭവിച്ചു പോയി? അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരട്ടെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, സഈർ എന്ന് പറയുന്ന നരകത്തിൽ കയറുന്നത് ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. എത്ര പറഞ്ഞു കൊടുത്താലും എത്ര കേട്ടാലും അത് മനസ്സിലാക്കി തെറ്റിൽ നിന്ന് തിരിച്ചു വരാതെ അതേ തെറ്റിലൂടെ നടക്കുന്നവരാണ് സഈർ എന്ന നരകത്തിന്റെ ഭാഗത്ത് കിടക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏത് അനാചാരത്തെ കുറിച്ച് പറഞ്ഞാലും പറയണവരെ വിമർശിക്കാനല്ലാതെ, എന്നാൽ നിങ്ങൾ കല്യാണത്തിന്, ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോയി ഏതെങ്കിലും ഹിന്ദു ചെറുപ്പക്കാരായ കുട്ടികൾ ഈ കോമാളിത്തരം കാണിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ എവിടെയെങ്കിലും? ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് പോയി അവരുടെ പള്ളിയുടെ ഉള്ളിലാണ് അവരുടെ കല്യാണം നടക്കുക. ഏതെങ്കിലും ക്രിസ്തീയ ചെറുപ്പക്കാര് കല്യാണത്തിന് ഈ തെമ്മാടിത്തരം കാണിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അവരെ കല്യാണം ഖുർആനും ഹദീസും പറഞ്ഞ പോലെയാണോ? അല്ല. ഖുർആനും ഹദീസും പറഞ്ഞതുപോലെ നിക്കാഹ് നടത്തണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ മുസ്ലിം യുവതക്ക് എന്ത് സംഭവിച്ചു പോയി? ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ നടത്തുന്ന തെമ്മാടി കൂട്ടങ്ങൾ, ഇത് കോമാളിത്തരമാണ്, ഇത് ആഭാസത്തരമാണ്. കുറച്ചാളുകളുടെ മുമ്പിൽ ഞെളിയാനാണെങ്കിൽ ഇനിയിപ്പോൾ നാളെ എൻ്റെ ഫേസ്ബുക്കിൽ കയറ്റി പിടിച്ചിട്ട് എന്നെ കുറെ തെറി പറഞ്ഞാലും എനിക്കിതൊന്നൊരു വിഷയമല്ല. ഈ ഒരു ആഭാസത്തിൽ നിന്ന് സമൂഹം മാറണം. പള്ളി കമ്മിറ്റിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പള്ളിയുടെ ഇമാമിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ വളർന്നു കഴിഞ്ഞു. ഒരു ഒരു സംവിധാനം കൊണ്ടുവന്നാൽ അതിനെയും ഇവർ മറികടക്കും. പക്ഷേ ക്രിസ്ത്യാനികൾ അച്ഛൻ്റെ മുമ്പിൽ പോയിട്ട് അവന്മാർ കാണിക്കുമോ? ഇല്ല. പള്ളി കമ്മിറ്റിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇമാമിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത് തെറ്റാന്ന് ഇമാം പറഞ്ഞാൽ ഇമാം അടുത്ത ദിവസം അടുത്ത പള്ളി നോക്കണം. കഴിയില്ല. തെമ്മാടിത്തരത്തിന് കൂട്ടുകൂടാൻ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നാളെ എന്നെ തെറി വിളിക്കാം, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഞാൻ ഇഷ്ടം പോലെ അത് കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി കേൾക്കാനുള്ള
നല്ല പവർ നെഞ്ചിനുണ്ട്. ഇനി കേൾക്കാൻ ഒരു പ്രശ്നമില്ല. ഈ വാള് പറയുന്ന സദസ്സിൽ ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയോ, ധാരാളം കാര്യങ്ങൾ ഇത് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇത് സത്യമാണെന്ന് ചിന്തിക്കാത്തതെന്താ? പുതിയങ്ങാടി നേർച്ച നടക്കുമ്പോ, ആഘോഷം നടക്കുമ്പോ ആനയും അമ്പാരിയുമായി പാതിരാ സമയത്ത് പെണ്ണുങ്ങൾ വസ്ത്രവിധാനത്തിന് പോലും മാന്യതയില്ലാതെ റോഡ് വക്കിലൂടെ ഇറങ്ങി നടക്കുന്നത് ഇസ്ലാമല്ല, അത് മുസ്ലിമിന്റെ സംസ്കാരമല്ല, അത് സുന്നത്തിന് വിരുദ്ധമാണ്, അത് അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്നതാണ്. ആ ഒരു ആഘോഷത്തിന് അല്ലാഹുവിന്റെ ദീനുമായി പുരബന്ധം പോലുമില്ല എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രഭാഷകർ പറഞ്ഞിട്ടുണ്ട്, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നേർച്ചയാവട്ടെ, ഏത് ആഘോഷമാകട്ടെ, പാതിരാവിലെ പെണ്ണുങ്ങൾ മുഴുവനും നഗരമധ്യത്തിലൂടെ ഊരുറ്റുന്ന സംസ്കാരം ഏതിന്റെ സംസ്കാരമാ? പെങ്ങളെ, പരപുരുഷ സ്പർശനത്തിനും പരപുരുഷ സമീപനത്തിനും വേണ്ടി പാതിരാത്രിയിലെ നേർച്ചപ്പറമ്പുകൾ വഴിമാറുമ്പോ അതിലൂടെ പോകല്ല പെണ്ണേ, അതിനുവേണ്ടി ഇറങ്ങല്ല ചെറുപ്പക്കാരാ. ആണിയും അമ്പാരിയുമായി അല്ലാഹുവിന്റെ ദീനിനെ വികൃതമാക്കരുത്. മഹാന്മാരെ, കബറടക്കപ്പെട്ട മഹാന്മാരെ അവഹേളിക്കരുത്. അതിനുവേണ്ടി നീ ചെലവഴിക്കുന്ന ഓരോ പൈസക്ക് പോലും പടച്ചറപ്പിന്റെ മുമ്പിൽ വിചാരണയുണ്ട് എന്ന് പറയുമ്പോ ആ പറയുന്നവരെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള ആവേശം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആഘോഷിക്കാനും തിമിർക്കാനും ഒരു അവസരത്തിന് വേണ്ടിയാ ഇസ്ലാമിന്റെ മുഖങ്ങളെ വികൃതമാക്കുന്ന ആഭാസ കമ്മിറ്റികളും ആഭാസ നേർച്ചകളും നടത്തുന്നതെങ്കിൽ, ആനപ്പുറത്തും ആനയുടെ കാട്ടത്തിന്റെ പുറത്തും ആഘോഷങ്ങൾ നടത്തുന്നത് നിനക്കൊരു അടിച്ചു പൊളിക്കാനാണെങ്കിൽ എന്റെ പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരിക്കൽ കൂടി ബാക്കി ഇവിടെ വെച്ച് പറയാ, ഒരു തരിമ്പ് പോലും ലവലേശം പേടിയില്ലാതെ ഭയമില്ലാതെ അല്ലാഹുവിന്റെ ദീനിന്റെ വികൃതമാക്കുന്നവരോട്, അതിൽ നിന്ന് മുതലെടുക്കുന്നവരോട് നാളെ പടച്ചെറുപ്പിന്റെ നരകത്തിന്റെ സൈറെന്ന നരകത്തിന്റെ തീജ്വാലകൾ നിന്റെ ശരീരത്തിലോട് കത്തിയമരുമ്പോ, എടീ പെണ്ണേ പർദ്ദയിട്ടുകൊണ്ട് നേർച്ച നടക്കുമ്പോ പാതിരാത്രിയിലെ ചെറുപ്പക്കാരുടെ കൂടെ നടന്ന് പരപുരുഷ സ്പർശനവും പരപുരുഷ സമീപനവും ആഗ്രഹിച്ച പെണ്ണേ, ഇന്ന് നിനക്ക് ബാക്കവിയെ തെറി പറയാ. ഇന്ന് നിങ്ങൾക്ക് ബാക്കവിമാരെ അധിക്ഷേപിക്കാം, ഫൈലിമാരെ നിങ്ങൾക്ക് അധിക്ഷേപിക്കാം. അവര് പിരിച്ചു കൊടുക്കുന്ന പൈസക്കനുസരിച്ച് കമ്മീഷന് വേണ്ടി നടക്കുന്നവരാന്ന് പറയാ. പക്ഷേ പെണ്ണേ, ഒരു ദിവസം മരിക്കുമടി. ആ മരിച്ചിട്ട് 6 അടി മണ്ണിൽ കൊണ്ടുപോയി നിന്നെ മഴത്തി കിടത്തിയിട്ട് നിന്റെ മക്കളും നിന്റെ ഭർത്താവും നിന്റെ കവളിലേക്ക് പിടിമണ്ണ് വാരിയിട്ട് 6 അടി മണ്ണിലേക്ക് നിന്റെ പുഴുക്കൾ നിന്നെ തിന്നു തീർക്കുന്ന നിന്റെ സുന്ദരമായ ശരീരമില്ലേ, നേർച്ചപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും ആഘോഷപ്പറമ്പിലും വേലപ്പറമ്പുകളിലും നീ തുറന്നു കൊടുത്ത അന്യപുരുഷന് സംസാരിക്കുവാനും അന്യപുരുഷന് സംസർഗിക്കുവാനും നീ കൊടുത്ത നിന്റെ ശരീരമില്ല മോളെ. ആ ശരീരത്തിലോട്ട് കടന്നു വരുന്ന നിന്റെ ഏത് ശരീരമാണടി ഈ വെണ്ണക്കൽ പ്രതിഭ പോലെ തേച്ചു മിനിച്ച് നടക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നീ നടത്തുന്ന നിന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ? ആരും കാണാൻ കൊതിക്കുന്ന ശരീരഭാഗങ്ങളല്ല. നിന്റെ ഇതേ ശരീരത്തെ തിന്നാനുള്ള പുഴുക്കൾ നിന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. കബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറയുമ്പോ നിന്റെ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരം അങ്ങ് ചീഞ്ഞു നാറുമ്പോ നിന്റെ മാംസത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നിന്റെ ശരീരത്തെ തിന്നാനുള്ള പുഴുക്കൾ തുളഞ്ഞു വരികയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ശരീരം തിന്നാനുള്ള പുഴുക്കള് കബറിൽ നിന്ന് വന്നതല്ല. ആ പുഴുക്കള് നിന്റെ ശരീരത്തിൽ തന്നെ നീ കൊണ്ടുപോയി നടക്കുന്നുണ്ട്. ആ ശരീരമൊന്ന് പടുത്തുപോയാൽ, ആ ശരീരമൊന്ന് പുടുത്തു നാറിയാൽ നിന്റെ മാംസത്തിൽ നിന്ന് തന്നെ പുഴുക്കൾ ഇങ്ങനെ വെളിയിലേക്ക് വരികയാ. ഓരോ കാര്യത്തിലും എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്. അതൊരാളുടെ അഭിപ്രായത്തോട് ചാരിപ്പറയലില്ല, മറ്റൊരാളോട് ചുമരുചാരനുമില്ല. എന്റെ അഭിപ്രായങ്ങൾ ഏത് സദസ്സത് യോജിക്കട്ടെ വിയോജിക്കട്ടെ ഞാൻ ഉറക്കെ പറയാറുള്ള ഒരു പ്രഭാഷകനാ. ബാക്കവിക്ക് പിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാണ് കമ്മീഷൻ. പറഞ്ഞോളീൻ കുഞ്ഞുങ്ങളെ, ധാരാളമായിട്ട് പറഞ്ഞോളീൻ. ഒരു ജോലി ഇല്ലെങ്കിൽ പിന്നെ അതല്ലേ പറയല് ജോലിയുള്ളൂ. ഞാൻ എപ്പോഴും ദുആ ഒരു മഹല്ലി ഖത്തീബായി ജോലി ഏറ്റെടുത്താൽ ആദ്യം എൻ്റെ ദുആ, പടച്ചോനെ ഈ മഹല്ലിലുള്ള മുഴുവൻ ആളുകൾക്ക് നീ എന്തെങ്കിലും ജോലി കൊടുക്കണേ അല്ലാഹു എന്ന്. ഒരു ജോലി ഇല്ലെങ്കിൽ പള്ളിയിൽ മുലിയാരെടുത്ത് വെക്കിട്ട് കയറാൻ വരും.
ആ മഹലിലുള്ള മുഴുവൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ജോലി, അതിപ്പോൾ മുട്ടയുടെ കൂടെ പറിക്കുന്ന ജോലിയാണെങ്കിൽ അതുമായിട്ട് പോയാൽ അങ്ങ് പൊക്കോളും, വലിയ ശല്യമില്ല. ഈ ഒരു ജോലി ഇല്ലാതെ നടക്കുമ്പോഴാണ് നാട്ടുകാർക്കും ശല്യം, വീട്ടുകാർക്കും ശല്യം, ലോകത്ത് മുഴുവനും ശല്യം. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവണം. അള്ളാഹു എല്ലാവർക്കും ഓരോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ജോലി ഇല്ലാത്തവനാണ് മുക്രിയുടെ മുണ്ടിൻ്റെ കോന്തല മേപ്പോട്ടാണോ, ഇനി വാക്കവിക്ക് കിട്ടിയ കമ്മീഷൻ എത്രയാ? എൻ്റെ പൊന്നു, ഇതൊക്കെ നിർത്താറായില്ലേ? എന്നോട് ഇവിടെ സംഘാടകൻ ഉസ്താദ് അതൊന്ന് പറയണം. ഞാൻ പറഞ്ഞ് മടുത്തിന്, എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ? അതവർ പറഞ്ഞ് നടക്കട്ടെ. ഈ കൂട്ടിൽ വിസർജിക്കുന്ന ജീവിയുടെ പൃഷ്ഠം കഴുകിയിട്ട് കാര്യമുണ്ടോ? കിടക്കുന്നിടത്ത് തന്നെ വിസർജനം ചെയ്യുന്ന ജീവിയുടെ പൃഷ്ഠം കഴുകിയിട്ട് കാര്യമുണ്ടോ? അത് കഴുകിയാലും പിന്നെ ആ കാഷ്ടത്തിലല്ലേ പോയിരിക്കൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നോത്തിട്ട് ഇവരിത് മാറ്റുമോ? ഇല്ല, അവർ വീണ്ടും അത് പറയും. അപ്പം അതുകൊണ്ട് കൂട്ടിക്കിടന്ന് വിസർജിക്കുന്ന ജീവിയുടെ പൃഷ്ഠ കഴുകൽ വെറും പാഴ്വാക്കാൻ. അതങ്ങനെ തന്നെ, അത് കാട്ടിക്കട്ടെ, അവിടെ തന്നെ കിടക്കട്ടെ, പിന്നെയും ചെരിയട്ടെ, മടയട്ടെ, അതേ പറ്റൂ. അതിനെ കഴുകിയാൽ നമ്മുടെ ഈ മുബാറക്കായ കൈ പോകുന്നുള്ളൂ. ഇത് ഒതുകൊടുക്കാനുള്ള കൈയല്ലേ? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? നിങ്ങൾ ആണുങ്ങളെ രസിപ്പിക്കാനും സുഖിപ്പിക്കാനും നിങ്ങളുടെ സ്വർഗത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കീൻ, മാന്യമായ വേഷവിധാനം ഉണ്ടാവീൻ, തഖ്വയുണ്ടാവീൻ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇൻഷാ അല്ലാഹ് വസയസ്ലൗന സഈറ, സഈർ എന്ന നരകത്തിൽ പറയും, അല്ലാഹുവേ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ആ കേട്ടതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ മാറിയിരുന്നെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഈ നരകത്തിൽ ഞങ്ങൾ വരുമായിരുന്നില്ലല്ലോ. അല്ലാഹ്, എൻ്റെ സ്ത്രീകളെ നിങ്ങളോട് പറയുന്നത് നിങ്ങളോടൊരു വൈരാഗ്യം ഉണ്ടായിട്ടല്ല, നിങ്ങളോടൊരു പ്രശ്നമുണ്ടായിട്ടല്ല. ഒരൊറ്റ ഹദീസ് മാത്രം ബാക്കവി വന്നിട്ടൊന്നും പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട. ഒരു ദിവസം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ, അള്ളാന്റെ റസൂല് ബലിപ്പെരുന്നാൾ ഈദുൽ അദ്ഹ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരികയാ. എന്തിനാ ഞാനിത് പറയുന്നത്? നാളെ പരലോകത്ത് പോയിട്ട് ഒരാളും പറയരുത് അല്ലാഹുവേ ഇതാരും എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ അല്ലാ. ഹബീബായ നബി തങ്ങൾ പറയാ, അള്ളാന്റെ റസൂല് ബലിപ്പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് സഹാബത്തിന്റെ കൂടെ തിരിച്ചു വരുമ്പോ ആ പോകുന്ന വഴിയിൽ കുറെ സ്ത്രീകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണവേ, ഹബീബായ നബി തങ്ങൾ അള്ളാന്റെ റസൂൽ ആ പെണ്ണുങ്ങളോട് വാള് പറയുകയാ. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടയിൽ ഈ സ്ത്രീകളെ കണ്ടപ്പോ അള്ളാന്റെ റസൂല് അവരോടൊരു വാള് നടത്തിയ പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാഷണത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കട്ടെയോ? അള്ളാന്റെ റസൂല് വിളിച്ചു, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, ഇന്നി ഉരീതുകുന്ന അക്സറ മിൻ അഹ്ലിന്നാ, നാളെ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സമുദായത്തിന്റെ പെണ്ണുങ്ങളെയാ, നരകം മുഴുവനെ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാ. ഹബീബായ നബി തങ്ങളുടെ വേറൊരു ഹദീസ് കാണാൻ ഞാൻ സ്വർഗം കണ്ടു. ആ സ്വർഗത്തിൽ ഏറ്റവും കുറവ് പെണ്ണുങ്ങളാ. ഇത് സ്ത്രീകളെ അടിച്ചമർത്തുന്നവരല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറഞ്ഞു കൊടുത്തപ്പോ ആ സമയത്ത് നരകത്തിന്റെ കത്തിക്കാളുന്ന തീനാളങ്ങൾ മനസ്സിൽ പേടിയായപ്പോ ആ പെണ്ണുങ്ങളെ തിരിച്ചു ചോദിച്ചു, നബിയേ വബിമയാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളുടെ നരകത്തിൽ പോകാനുള്ള കാരണമേടാ? നരകം മുഴുവന് സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കണമെങ്കിൽ ആ നരകത്തിലെ സ്ത്രീകൾ പോകാനുള്ള കാരണമേടാ? ഓ കാരണത്തെ കുറിച്ച് പറയവേ അള്ളാന്റെ റസൂല് പറഞ്ഞ രണ്ട് കാരണങ്ങളാണ്. പ്രിയപ്പെട്ട പാരാവാരം പോലെ പരന്നു കിടക്കുന്ന എന്റെ സഹോദരിമാരോട് നരകവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പറയുമ്പോ ഈ രണ്ട് സ്വഭാവം ഏത് പെണ്ണിന്റെ ജീവിതത്തിലുണ്ടോ അതാ സ്വഭാവം ഇവിടെ വെച്ച് അവസാനിക്കണം. ഈ സ്വഭാവം ഏതൊക്കെ പെണ്ണുങ്ങൾക്കുണ്ടോ, രണ്ട് സ്വഭാവം കാരണത്താലാണ് അവര് നരകത്തിൽ പോവുക. അതിവിടെ വന്ന് അവസാനിക്കണം പെങ്ങള്. നാളെ നരകത്തിൽ കിടന്ന് നിലവിളിക്കരുത് പെങ്ങള്. ഹബീബായ നബി തങ്ങൾ പറയാ, സ്ത്രീകളെ നരകത്തിൽ പോകാൻ ഒന്നാമത്തെ കാരണം അവരെപ്പോഴും മറ്റുള്ളവരെ ശപിക്കുന്നവരാണ്. ശപിക്കുക എന്ന സ്വഭാവം പെണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാ. അവരെപ്പോഴും ശാപവാക്ക് പറയുന്നവരാ. ഭർത്താവുമായിട്ട് വഴക്കു കൂടുമ്പോഴും പറയും ശപിക്കും, ഇവൻ പോയി നശിച്ചു പോകട്ടെ.
അയൽപക്കക്കാരുമായിട്ട് വഴക്ക് കൂടുമ്പോഴും പറയും അവൾ നശിച്ചു പോവട്ടെ. ഓരോ സമയത്ത് അവളുടെ വികാര വിക്ഷോഭങ്ങളെ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോ ഒരു പെണ്ണവളുടെ ദേഷ്യം അവസാനം തീർക്കുന്നത്. ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങൾ. ആണുങ്ങളെ ദേഷ്യം വന്നാല് കരണ കുച്ചു നോക്കിയിട്ട് 5 വിരലും വെച്ചൊരു പതിപ്പീരങ്ങൾ പതിപ്പിക്കും. പക്ഷേ പെണ്ണങ്ങനെയല്ല. പെണ്ണിനെ കൈനിയത്തി അടിക്കാനുള്ള ധൈര്യമില്ല. അവള് വേറൊരുത്തിയുമായിട്ട് വഴക്കുകൂടിയാൽ പരമാവധി ആ വഴക്ക് അവസാനിക്കുന്നത് ഇങ്ങനെയാണെന്ന് മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞിട്ടുണ്ട്. പിടിവിട്ട് സിന്നും പറിത്താരോ പിന്നെ താലിയും മാലെ മറുത്താരോ. ഒരു പെണ്ണും തമ്മിൽ വഴക്കുണ്ടായാൽ അവസാനം അവളുടെ താലിമാല ഇവള് പിടിച്ചു പൊട്ടിക്കും, ഇവളുടെ താലിമാല അവളും പൊട്ടിക്കും. അങ്ങനെ ഒരു പെണ്ണും തമ്മിലുള്ള വഴക്ക് അവസാനിക്കാറുള്ളൂ എങ്കിൽ അവസാനം പെണ്ണ് ദേഷ്യം വരുമ്പോൾ അവസാനിപ്പിക്കുന്നത് നീ നശിച്ചു പോകൂടി, നിന്നെ പാമ്പ് കടിക്കൂടി, നിന്റെ തലയിൽ ഇടിവെട്ട് വീഴുമടി. ഇങ്ങനെ പെണ്ണുങ്ങൾ പറയാറുണ്ട്. പറയല്ല പെങ്ങളെ. എന്നാ അപകടമെന്നറിയോ? പെട്ടെന്ന് ദേഷ്യം കൊണ്ട് നമ്മൾ പറയുന്നതാണെങ്കിലും ഹബീബായ നബി തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ചില പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയത്ത് ഒരാൾ എന്ത് പറഞ്ഞാലും അള്ളാഹു അത് സ്വീകരിക്കുമത്രേ. ആ സമയം ഏതാണെന്ന് ഒരാൾക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരു ദിവസത്തിന്റെ പകലിലും രാത്രിയിലുമായി ചില പ്രത്യേക സമയങ്ങളുണ്ട്. അത് അള്ളാഹുവിനല്ലാതെ സമയം മറ്റൊരാൾക്കറിയില്ല. ആ സമയത്ത് ഒരു അടിമ ഏത് കാര്യം പറഞ്ഞാലും അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. ഭർത്താവുമായി വഴക്കുണ്ടാകുമ്പോ ഇവൻ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നത് ആ സമയത്താണെങ്കിൽ നട്ടമാർക്ക നശിക്കുന്നവരാരാ വിശദീകരിക്കാൻ സമയമില്ല. പെണ്ണുങ്ങൾ വല്ലാതെ ശപിക്കുന്നവരാണ്. ഏതെങ്കിലും പെണ്ണിനാ സ്വഭാവമുണ്ടെങ്കിൽ ഇതോടുകൂടി മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തിൽ പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് ശപിക്കുന്നത് പെണ്ണിന്റെ സ്വഭാവമാണ്. ആണുങ്ങൾ അങ്ങനെ ശപിക്കൂല. ആണുങ്ങൾ ഉശിരും ഉയിരും ഉള്ളവരാണ്. അവരെ അടിച്ചു തീർക്കും. പെണ്ണുങ്ങളുടെ ഒരു വലിയ സ്വഭാവമാണ് ഇത്. നിസ്സാരമായിട്ട് കരുതരുത്, നരകപ്രവേശമുണ്ടാവും. അവർ വല്ലാതെ ശപിക്കുന്നവരാണ്. അള്ളാഹു അതിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കി നൽകട്ടെ. പെണ്ണുങ്ങൾ അങ്ങോട്ടോട് നീ നശിച്ചു പൊട്ടടി, അയൽവക്കങ്ങാനോട് നിന്നെ കാലപ്പാമ്പ് കടിക്കൂടി. ഈ ഒരു സ്വഭാവം ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ നരകത്തിലെത്തിക്കുന്ന ഈ സ്വഭാവമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.